മെഷർ ചെയ്യാൻ പോകുന്നത് ഡാറ്റയുടെ സൈസ്, ഇൻപുട്ട് ഡാറ്റ സൈസ് വെച്ചിട്ടായിരിക്കും വി വിൽ ബി മെഷറിംഗ് ദി കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതം. ഡാറ്റയുടെ സൈസ് ക്യാൻ ബി എനിത്തിങ്. നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ലൈബ്രറിയിൽ 10 ബുക്സ് ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് 10 ബുക്സ് ആയിരിക്കും, നാളെ ഞാൻ 10 ബുക്കും കൂടി ആഡ് ചെയ്താൽ 20 ബുക്സ് ആയി. സോ അതുകൊണ്ട് വി വിൽ മേക്ക് ഇറ്റ് എ ജനറലൈസ്ഡ് തിങ് ആൻഡ് നമ്മൾ പറയും ദർ ആർ n ബുക്സ്. സോ ഇൻപുട്ട് ഡാറ്റയുടെ സൈസ് ഇസ് n. സോ കോംപ്ലക്സിറ്റി ഓഫ് an അൽഗോരിതം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ടേംസ് ഓഫ് എ ഫംഗ്ഷൻ f of n എന്ന് പറയുന്ന ഒരു ടേംസിലായിരിക്കും എപ്പോഴും ഈ കോംപ്ലക്സിറ്റിനെ നമ്മൾ പറയുക. സോ n എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇൻപുട്ട് ഡാറ്റയുടെ സൈസ് ആയിരിക്കും. സോ നമ്മുടെ സ്പേസ് റിക്വയർഡ് ആണ് സ്പേസ് കോംപ്ലക്സിറ്റി. ആ ഒരു ഈ ഒരു ടാസ്ക്, ഈ ഒരു അൽഗോരിതത്തിന് എത്ര സ്പേസ് വേണം എന്നുള്ളതാണ് സ്പേസ് കോംപ്ലക്സിറ്റി. ഈ ഒരു ടാസ്ക് നമുക്ക് തന്നിരിക്കുന്ന ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും, ദാറ്റ് ഈസ് ടൈം കോംപ്ലക്സിറ്റി. സോ ഇതാണ്, ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതം. നമ്മൾ അൽഗോരിതത്തിന്റെ പെർഫോമൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്തിന്റെ ബേസിസിൽ? കോംപ്ലക്സിറ്റിയുടെ ബേസിസിൽ. കോംപ്ലക്സിറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എഫ് ഓഫ് എന്നിന്റെ ബേസിസിൽ. എന്താണ്? ഡാറ്റ സൈസ്. ആ സൈസ് കൂടാ കുറയാ എന്ത് വേണേലാവാം. നമ്മൾ അതിനെ n എന്നാണ് വിളിക്കുക. എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ നല്ലത്, എന്നിന്റെ വാല്യൂ 10,000 ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. എന്നിന്റെ വാല്യൂ 1 lakh ആണെങ്കിൽ ആയിക്കോട്ടെ. എന്തായാലും നമ്മൾ ആ എന്നിന്റെ ബേസിസിലായിരിക്കും നമ്മൾ കോംപ്ലക്സിറ്റി പറയാൻ പോകുന്നത്. സോ okay, is this okay with you guys? Can I move forward? If you have any doubts, please ask. കേട്ടോ, നിങ്ങൾക്ക് പരീക്ഷ ആവാറായി. അതുകൊണ്ട് ഈ ടോപ്പിക്സ് ഒക്കെ ഇപ്പൊ ഇത് കേട്ടിട്ട് പോവുകയാണെങ്കിൽ ഇത് മതി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. Is this okay with you? Okay. ശരി. ഓക്കെ. സോ കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മള് പെർഫോമൻസ് അനാലിസിസ് മെഷർ ചെയ്യുന്നത് കോംപ്ലക്സിറ്റി ആണ്. കോംപ്ലക്സിറ്റി എഫ് ഓഫ് എന്നിന്റെ ടേംസിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ കോംപ്ലക്സിറ്റി തന്നെ 3 തരമുണ്ട്. ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ 3 കേസസ്. ഒന്ന് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി, അതായത് നമ്മൾ പറയാണ് എന്റെ അൽഗോരിതം ഏറ്റവും നന്നായി വർക്ക് ചെയ്താൽ എന്തായിരിക്കും എന്റെ കോംപ്ലക്സിറ്റി. അതായത് ഏറ്റവും മിനിമം ഇതാണ്. ആവറേജ് കേസ് എന്ന് പറഞ്ഞാൽ സംവോട്ട് മിഡിൽ എന്ന് പറയുന്ന പോലത്തെ ഒരു കേസ്. വേർസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിബിൾ, ഏറ്റവും ഇത് കൂടുതൽ സംഭവിക്കാനില്ല. അതായത് ഇപ്പൊ സെയിം ഞാൻ പറയാണ്, നിങ്ങൾ ലീനിയർ സെർച്ച് എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ സെയിം ഒരു 10 ബുക്സ് ഉണ്ട്. ഈ 10 ബുക്സിൽ നിന്ന് എനിക്ക് ഒരു ബുക്ക് കണ്ടുപിടിക്കണം. 10 ബുക്സിൽ നിന്ന് ഒരു ബുക്ക് കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യത്തെ ബുക്ക് നോക്കുന്നു. ഈ ബുക്കാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട ബുക്ക് ആണെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് ദർ. അല്ലെങ്കിൽ നെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, നോക്കുന്നു, അടുത്ത ബുക്ക് എടുക്കുന്നു, നോക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന എവിടെ വെച്ച് ബുക്ക് കിട്ടുന്നു അവിടെ വെച്ച് നിർത്തും. ഇതാണ് ലീനിയർ സെർച്ച്. സേ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഭാഗ്യമുള്ള ആൾക്കാരാണ് നമ്മള്. എനിക്ക് 10 ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം നോക്കിയ ബുക്ക് എനിക്ക് വേണ്ട ബുക്കാണ്. ഞാൻ സെർച്ച് ചെയ്യുന്ന ബുക്ക് എന്റെ ഫസ്റ്റ് ബുക്കാണ്. സോ അവിടെ വെച്ച് ഞാൻ എന്റെ സെർച്ചിങ് നിർത്തുകയാണ്. സോ എനിക്ക് ആകെ ഒരു ബുക്ക് ഞാൻ സെർച്ച് ചെയ്തോളൂ, അവിടെ വെച്ച് തന്നെ എന്റെ സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്തു. ദാറ്റ് ഈസ് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി. മിനിമം പോസിബിൾ കോംപ്ലക്സിറ്റി, മിനിമം പോസിബിൾ ആയിട്ടുള്ള കോംപ്ലക്സിറ്റി ആണ് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി. അടുത്തത് ആവറേജ് കേസ് കോംപ്ലക്സിറ്റി. അതായത് ഞാനിപ്പോ ബുക്ക് നോക്കി, എനിക്ക് ആദ്യത്തെ ബുക്കിലൊന്നും കിട്ടിയില്ല, പക്ഷെ ഒരു നടുക്കത്തെ 5 ബുക്ക് നോക്കി, ഇപ്പൊ 5ാമത്തെ ബുക്കായിട്ട് അല്ലെങ്കിൽ ഒരു 4-5 ബുക്കായിട്ട് എനിക്ക് സെർച്ച് ചെയ്യേണ്ട ബുക്കിനെ കിട്ടി. സോ ദാറ്റ് ഇസ് ആവറേജ് കേസ് കോംപ്ലക്സിറ്റി. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് ലാസ്റ്റ് ബുക്ക് വരെ നോക്കി, ഒന്നെങ്കിൽ ഏറ്റവും അവസാനത്തെ ബുക്കാണ് എനിക്ക് വേണ്ട ബുക്ക്, അല്ലെങ്കിൽ എനിക്ക് അതിനെ കിട്ടിയില്ല. എല്ലാ എലമെന്റ്സിനെ നോക്കിയിട്ടും എനിക്ക് കിട്ടിയില്ലെങ്കിലും ദാറ്റ് ഇസ് എ വേർസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി. സോ ദിസ് ഇസ് ബെസ്റ്റ്, ആവറേജ് ആൻഡ് വേർസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി. സോ നമ്മൾ ഏത് അൽഗോരിതം എഴുതിയാലും, എസ്പെഷ്യലി സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗോരിതംസ്, നിങ്ങൾ ലാസ്റ്റ് മൊഡ്യൂളിൽ എത്തുമ്പോൾ പഠിക്കും. ഏത് അൽഗോരിതം നിങ്ങൾ പഠിക്കുന്നോ ആ അൽഗോരിതംസിന് എല്ലാം ബെസ്റ്റ് കേസും ആവറേജ് കേസും വേർസ്റ്റ് കേസും കോംപ്ലക്സിറ്റിയാണ് നമ്മൾ എഴുതുക.
അതായത് അത് വെച്ചിട്ടാണ് നമ്മൾ പറയുക. നിങ്ങൾക്ക് മേ ബി പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഒരു സിനാരിയോ തന്നിട്ട് ഈ സിനാരിയോയിൽ ഏറ്റവും ആപ്റ്റായ സോർട്ടിംഗ് അൽഗോരിതം ഏതാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് ഈ അൽഗോരിതംസിന്റെ എല്ലാം കോംപ്ലക്സിറ്റി, ബെസ്റ്റ് കേസ്, ആവറേജ് കേസ്, വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി വെച്ചിട്ട് വേണം അത് പറയാൻ. എന്നാലും നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടുള്ളൂ. അവിടെയാണ് ഇത് ആക്ച്വലി ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റിയിലേക്ക് പോകാം. സ്പേസ് കോംപ്ലക്സിറ്റി ഇസ് വെരി മച്ച് വെരി ഈസി. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി, എത്ര കമ്പ്യൂട്ടർ മെമ്മറി ഒരു അൽഗോരിതം വെക്കാൻ വേണം? ഒരു അൽഗോരിതത്തിന്, ഒരു പെർട്ടിക്കുലർ അൽഗോരിതം നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് എത്ര സ്പേസ് റിക്വയർമെന്റ് വരും? അപ്പൊ അതില് നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാം ഈസ് 1 KB സൈസ്. ആ പ്രോഗ്രാമിനെ മെമ്മറിയിൽ സേവ് ആകുമ്പോൾ 1 KB, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് വേരിയബിൾസിന്റെ ടേംസിലാണ് നമ്മൾ പറയുക. അതായത് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അറേയുടെ സൈസ്, എത്ര സൈസ് ഉള്ള അറേ വെക്കുന്നു, അല്ലാതെ അതിൻ്റെ അകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട് ആ വേരിയബിൾസിന് മാത്രം നമുക്ക് വച്ചാൽ മതി അറേയിലേക്ക്. അല്ലെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ കണക്ക് റിക്കേഴ്സീവ് കോളൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വരുള്ളൂ. അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെയാണ് നമുക്ക് സാധാരണ വേരിയബിൾസിനെ വെക്കാനായിട്ട്. ഇപ്പൊ ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അതിനെ വെക്കണം. അങ്ങനെ ആ ഓരോ വേരിയബിൾസിന് എത്ര വരും, അതിൻ്റെ അകത്ത് തന്നെ ഇപ്പൊ ഒരു അറേ വരികയാണെങ്കിൽ എങ്ങനെ വരും, അല്ലെ അറേ വന്നാലൊന്നും ഇതിൻ്റെ അകത്ത് സ്പേസ് കോംപ്ലക്സിറ്റിയിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എത്ര വേരിയബിൾസ് വരുന്നുണ്ട്, അറേ വരുമ്പോ ലൂപ്പ് അല്ല, അറേ വരുമ്പോ ആ അറേയുടെ അകത്ത് ഇപ്പൊ 10 സൈസ് ഉള്ള ഒരു അറേ ആണെങ്കിൽ 10 മെമ്മറി ലൊക്കേഷൻസ് വേണം. 20 സൈസ് ഉള്ള അറേ ആണെങ്കിൽ 20 മെമ്മറി ലൊക്കേഷൻസ് വേണം. ലൈക്ക് ദാറ്റ്. ആ ഒരു വ്യത്യാസം മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും സ്പേസ് കോംപ്ലക്സിറ്റിയിൽ വരാൻ ചാൻസ് ഇല്ല. സോ സ്പേസ് റിക്വയർമെന്റ് ഓഫ് എൻ അൽഗോരിതം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, ഈ സാധനമൊക്കെ നമുക്ക് ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. അതൊക്കെ എല്ലാ പ്രോഗ്രാംസിനും ഓൾമോസ്റ്റ് ഒരുപോലെയുള്ള സാധനങ്ങളെ ഒന്നും വെച്ച് നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി ഒന്നും എഴുതാൻ പറ്റില്ല. ഇത് ഓരോ സിസ്റ്റത്തിലും ഈ പറഞ്ഞ ഒരു ടെക്സ്റ്റ് നമ്മൾ .c വെച്ച് സേവ് ചെയ്യുന്നു, അതിന് എത്ര KB എടുക്കും, അതൊന്നും വെച്ചിട്ട് നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി എഴുതാൻ പറ്റില്ല. നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി എഴുതുന്നത് അൽഗോരിതത്തില് എന്നിന്റെ ടേംസിലാണ് സ്പേസ് കോംപ്ലക്സിറ്റി എഴുതുക. ടൈം കോംപ്ലക്സിറ്റി അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. സോ എൻവയോൺമെന്റൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് മെമ്മറി യൂസ് ടു സ്റ്റോർ ഇൻഫർമേഷൻ ഓഫ് പാർഷ്യലി എക്സിക്യൂട്ടഡ് ഫങ്ഷൻസ് അറ്റ് ദി ടൈം ഓഫ് ഫങ്ഷൻ കോൾ. ഇതെന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഈ റിക്കേർഷൻ ചെയ്യില്ലേ, അതായത് ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നു, ഫാക്ടോറിയലിന്റെ ഒക്കെ അവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് കൂടാതെ ഡാറ്റ സ്പേസ് എന്ന് പറയുന്നത് എത്ര മെമ്മറി ഓരോ വേരിയബിൾസിന് വേണം. അതിൽ തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേരിയബിൾസ് കാണും, അറേസ് കാണും, പിന്നെ അതും അല്ലാതെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ കാണും. നിങ്ങൾ സ്ട്രക്ചർ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ലിങ്ക് ലിസ്റ്റ് ഒക്കെ പഠിക്കാൻ നേരത്ത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഒക്കെയാണ്. അവിടെയൊക്കെ സ്പേസ് റിക്വയർമെന്റ് വേറെ ആയിരിക്കും. സാധാരണ നമ്മൾ ഇൻഡ് എ ഇൻഡ് ബി എന്നൊക്കെ പറയുന്ന വേരിയബിൾസിന് ഫിക്സഡ് കോൺസ്റ്റന്റ് സ്പേസ് ആയിരിക്കും വേണ്ടത്. സോ നമുക്ക് നോക്കാം, ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ സാധാരണ എഴുതുക ഒരു ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റ് എല്ലാ പ്രോഗ്രാമിനും ഉണ്ടാവും. ഇൻസ്ട്രക്ഷൻ സ്പേസ് വെക്കാനായിട്ടുള്ളൊരു റിക്വയർമെന്റ് എല്ലാ പ്രോഗ്രാമിനും ഉണ്ടാവും. അതിനെ C എന്ന് റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ദർ ഇസ് എ വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ്. അതിനെ നമ്മൾ SP ഓഫ് നമ്മുടെ ഇൻസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും ഐനെ. അതായത് എത്ര നമ്പർ, സൈസ്, വാല്യൂ ഓഫ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് I എന്ന് പറയുന്നത്. SP ഓഫ് I എന്ന് പറയുന്നത് വേരിയബിൾ ആയിട്ടുള്ള സ്പേസ് റിക്വയർമെന്റ് എത്രയുണ്ട്, അതാണ് SP ഓഫ് I. C എന്ന് പറയുന്ന സാധനത്തിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട, അതുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. ആ വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് ആണ് നമുക്ക് അറിയേണ്ട സാധനം. നമുക്ക് നോക്കാം. ദിസ് ഇസ് എ പ്രോഗ്രാം. ഇവിടെ മുതൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. ഇത്രയും നേരം ഞാൻ പറഞ്ഞ തിയറിയാ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്.
ഇതുപോലൊരു കോഡ് സ്നിപ്പറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരിക, എന്നിട്ടാണ് നിങ്ങളോട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുക. സോ ഇങ്ങനെ ഒരു കോഡ് സ്നിപ്പറ്റ് തന്നിട്ട് ഇതിന് എത്ര സ്പേസ് റിക്വയർമെന്റ് ഉണ്ടെന്നാണ് ചോദിക്കുക. ഇവിടെ ആകെ കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ABC എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിന് ഇൻപുട്ട് ആയിട്ട് ഫ്ലോട്ട് എ, ഫ്ലോട്ട് ബി, ഫ്ലോട്ട് സി, 3 ഫ്ലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൊടുക്കുന്നതിന്റെ അകത്ത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു വലിയ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ബിക്കോസ് ഇവിടെ നമുക്ക് സ്പേസ് വേണ്ടത് ആകെ 3 വേരിയബിൾസിനാണ്. ഈ 3 വേരിയബിൾസും ഫ്ലോട്ട് വേരിയബിൾസ് ആണ്. ഇവിടെ നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി നോക്കാൻ നേരത്ത് നമ്മൾ വേരിയബിൾസിന്റെ കാര്യങ്ങൾ, അതായത് മെമ്മറിയിൽ എന്തിനെയൊക്കെ സ്റ്റോർ ചെയ്യണം എന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. വേറെ ഒരു സാധനത്തിനെ നോക്കേണ്ട കാര്യമില്ല. ഫ്ലോട്ട് എനെ വെക്കാൻ ഇപ്പൊ ഞാൻ പറയാണ്, ഒരു ഫ്ലോട്ട് വേരിയബിളിന് 4 ബൈറ്റ് ആണെന്ന് വിചാരിക്കുക. സോ എനിക്ക് 4 ബൈറ്റ് ആണെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. 4 ബൈറ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എത്ര ബൈറ്റ് ആണെന്നുള്ളത്. 8 ബൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ 8 ബൈറ്റ് ഇട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ഫ്ലോട്ട് എനെ വെക്കാൻ 4 ബൈറ്റ്, ഫ്ലോട്ട് ബിനെ വെക്കാൻ 4 ബൈറ്റ്, ഫ്ലോട്ട് സിനെ വെക്കാനായിട്ട് 4 ബൈറ്റ്. അപ്പൊ 3 into 4 12 ബൈറ്റ്സ് ആണ് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു അൽഗോരിതത്തിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വരുന്ന സ്പേസ് കോംപ്ലക്സിറ്റി. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇത്രയേ ഉള്ളൂ. ഇതിന്റെ അകത്ത് എന്ത് ഓപ്പറേഷൻ ചെയ്താലും നമ്മൾ ബാധിക്കില്ല. ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ഉണ്ട്, അതിന് എത്ര സമയം എടുക്കുമെന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇതിന് നമ്മൾ മെമ്മറിയിലേക്ക് എടുത്ത് വെക്കുന്നില്ല. ഇതിന് നമ്മൾ മെമ്മറിയിൽ വെക്കുകയല്ല, ഇത് നേരെ റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ റിട്ടേൺ ചെയ്യുന്ന കാര്യത്തിനൊന്നും മെമ്മറിയിൽ വെക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ ഒരു മെമ്മറിയിലേക്ക് എടുത്ത് വെക്കണമെങ്കിൽ A = 10, അതിന് നമ്മൾ മെമ്മറിയിൽ വെക്കുന്നുണ്ട്. A എന്ന് പറയുന്നതിന് ഒരു തവണ ഡിക്ലെയർ ചെയ്താൽ മതി. ആ എനെ വെക്കാനായിട്ട് എത്ര സ്പേസ് വേണം അത് മാത്രം നമ്മൾ കൊടുത്താൽ മതി. വേറെ ഒന്നിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട. സോ ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? നെക്സ്റ്റ്, ദിസ് ഇസ് അനദർ പ്രോഗ്രാം. കുറച്ചും കൂടെ വലിയൊരു പ്രോഗ്രാം ആക്കി എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം യു ഡോണ്ട് വെറി അബൌട്ട് ഇഫ് യു ആർ ആസ്ക്ഡ് അബൌട്ട് സ്പേസ് കോംപ്ലക്സിറ്റി. നിങ്ങൾ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണണ്ട. നിങ്ങൾക്ക് ആവശ്യമില്ല, അതിനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. നിങ്ങൾക്ക് ആവശ്യം എന്താണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ മതി. വേറെ ഒരു സാധനവും, പ്രൊവൈഡഡ് ദർ ഇസ് നോ റിക്കേഷൻ. റിക്കേഷൻ വന്നാൽ ഇത് മൊത്തത്തിൽ മാറും. റിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റാക്കിന്റെ ഒരു കോൺസെപ്റ്റ് അറിയണം. അതായത് നമ്മളത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ വിളിക്കുന്നു, അത് അതിനെ തന്നെ വിളിക്കുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളത് മെമ്മറിയിൽ എടുത്തു വെക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് റിക്കേഷനിൽ. റിക്കേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ വേറെ ഒരു ലൈനിനെ നോക്കണ്ട. 100 ലൈനുള്ള കോഡ് തന്നാലും അതിൻ്റെ അകത്ത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ എന്നിനെ ഡിക്ലെയർ ചെയ്യണം. n ഇന്റിജർ ആണ്, i ഇന്റിജർ ആണ്, സം ഇന്റിജർ ആണ്. ഫോർ എക്സാമ്പിൾ, ഇന്റിന് 3 ബൈറ്റ് ആണെങ്കിൽ 4 into 3 അല്ലെങ്കിൽ 5 for 3 ഇന്റിജർ. അപ്പൊ ഓക്കെ, 4 ആവശ്യമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് വന്നു. ഈ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ വീണ്ടും ഡിക്ലറേഷൻ ആണ്. ഇതൊരു ഇന്റിജർ അറേ ആണ്. അറേ എന്ന് പറയുമ്പോൾ ഇവിടെ n നമ്പേഴ്സ് ഉണ്ട്. അപ്പോ 4 ബൈറ്റ് ഉള്ള n നമ്പേഴ്സ്, 4 into n ആണ് ഇവിടെ വരുന്നത്. സോ 4n + 12 ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള. വേറെ ബാക്കി ഇതൊക്കെ ഫോർ ലൂപ്പ് ആവശ്യമില്ല. ഇതിനൊന്നും നമുക്ക് ആവശ്യമില്ല. സ്പേസ് കോംപ്ലക്സിറ്റി മീൻസ് നിങ്ങൾ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കണ്ട, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി. Hope this is clear. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ യു ഷുഡ് ഗിവ് സം അറ്റൻഷൻ ടു ദിസ് പ്രോഗ്രാം. സോ ഇങ്ങനെ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് റിക്കേഴ്സീവ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇവിടെ ഓഫ് കോഴ്സ് ഇവിടെ ഇത് rsum എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ്. റിക്കേഴ്സീവ്ലി ഒരു ലിസ്റ്റിന്റെ അകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പേഴ്സിന്റെ എല്ലാം സമ്മ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. ഓരോ തവണയും ലിസ്റ്റ് n-1 കൊടുക്കുന്നു, പ്ലസ് ലിസ്റ്റ് ഓഫ് n-1. ഓരോ തവണയും ലാസ്റ്റ് എലമെന്റ് ഇങ്ങനെ മൈനസ് ചെയ്ത് അങ്ങനെ നമുക്ക് ഫൈനലി ആൻസർ എല്ലാ എലമെന്റ്സിന്റെയും സമ്മ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ഓരോ തവണയും നമ്മൾ ലാസ്റ്റ് എലമെന്റ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഇത് ഫൈനൽ കോൾ വരുന്നത് വരെ
നമ്മൾ ഇതിങ്ങനെ സേവ് ചെയ്ത് മെമ്മറിയിൽ ഒരു സേവിങ് എന്തായാലും വരും. അതായത് ഇപ്പൊ ലിസ്റ്റ് എന്ന് പറയുന്നത് ആകെ 2, 3, 4 3 എലമെന്റ് ഉള്ളൂ എന്ന് തന്നെ വിചാരിക്കുക. ഈ 3 എലമെന്റില് ആദ്യത്തെ റിക്കർസീവ് കോൾ ലിസ്റ്റ് 2, 3, 4 എന്നാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് കോൾ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സം ഓഫ് ലിസ്റ്റിന്റെ അകത്ത് 2ഉം 3ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ലിസ്റ്റ് ഓഫ് n-1 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എലമെന്റ് ഇവിടെ 4 ഇവിടെ പ്ലസ് ചെയ്യാനായിട്ട് എഴുതിയേക്കുന്നത്. ഇനി ഇത് വിളിക്കുമ്പോ ഇതിന് കോൾ ചെയ്യാൻ നേരത്തെ ആർ സം ഓഫ് 2 + 3 എന്നായിരിക്കും. അടുത്തത് കോൾ ചെയ്യാൻ നേരത്തെ ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അപ്പൊ 2 എന്ന് മാത്രമായിരിക്കും കിട്ടുക. ഈ 2നെ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ഇവിടെ 2 + 3 വരുന്നു. 2 + 3 is 5. ഈ 5നെ നമ്മൾ മുകളിലേക്ക് ഇവിടേക്ക് കൊടുക്കുന്നു. 5 + 4 9. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ തവണയും നമ്മൾ ഈ റിക്കർസീവ് കോൾ ചെയ്യുമ്പോൾ ഈ പകുതിക്ക് വെച്ച് കെട്ടി വെച്ചേക്കുന്ന സാധനത്തിനെ നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. ഈ 4നെ സ്റ്റോർ ചെയ്യണം. ഇവിടേക്ക് എന്നാൽ ഈ 2ന്റെ ആൻസർ ഇവിടെ കൊണ്ടുവന്നിടുമ്പോ ഈ 2ഉം 3ഉം കൂടെ കൂട്ടിയിട്ട് ഈ 5നെ മെമ്മറിയിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഓരോ തവണ ഇതിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് നമ്മള് ഇവിടെ എന്തായാലും ഒരു ഫ്ലോട്ട് ഉണ്ട്. ഫ്ലോട്ട് ലിസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ഫ്ലോട്ടിനെയും പിന്നെ അതായത് ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഫ്ലോട്ട് അറയാണ്. അപ്പൊ അത് നമ്പർ ഓഫ് ബൈറ്റ്സ് 2 ആയിട്ട് തന്നെയാണ് ഇവർ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതായിട്ട് എടുക്കാം കേട്ടോ. 4 8 എത്ര വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഇന്റീജർ ഉണ്ട്, n എന്ന് പറയുന്ന ഒരു ഇന്റീജർ ഉണ്ട്. ആ ഇന്റീജറിനും 2 ബൈറ്റ് ആണെന്ന് ഇരിക്കട്ടെ. ദെൻ നമ്മൾ ഒരു റിട്ടേൺ അഡ്രസ്സും കൂടി വരുന്നുണ്ട്. ഓരോ തവണയും നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ റിട്ടേൺ ചെയ്യാനായിട്ട് നമ്മൾ ഇന്റേണലി ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിനും ഒരു 2 ബൈറ്റ് വെച്ച് നമ്മൾ കൊടുക്കുകയാണ്. സോ അതുകൊണ്ട് ഒരു റിക്കർസീവ് കോളിന് 6 ബൈറ്റ്സ് വരും എന്നാണ് നമ്മളുടെ കാൽക്കുലേഷൻ. ഓക്കെ, ഓരോ തവണ ഈ RSMനെ വിളിക്കുമ്പോഴും ഒരു 2 ബൈറ്റ് ഈ ലിസ്റ്റിനും 2 ബൈറ്റ് ഈ n-1നും അല്ലെങ്കിൽ n എന്ന് പറയുന്ന നമ്പറിനും ഒരു 2 ബൈറ്റ് ആ അഡ്രസ്സിനെ എവിടെയെങ്കിലും ഇന്റേണലി സ്റ്റോർ ചെയ്യാൻ അതിനും കൂടി ഒരു 2 ബൈറ്റ് കൊടുത്തിട്ട് മൊത്തം 6 ബൈറ്റ് വേണം എന്നാണ് നമ്മുടെ അസംഷൻ. സോ അങ്ങനെ എത്ര തവണ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്? n ടൈംസ് കോൾ ചെയ്യുന്നുണ്ട്. സോ ഇതിന് മൊത്തം 6n ടൈംസ് 6n ആണ് ഇതിന്റെ ഈ ഒരു കോളിന്റെ റിക്കർസീവ് ആയിട്ടുള്ള ഒരു അൽഗോരിതം എടുത്ത ഇതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി. സോ ഓരോ തവണ കോൾ ചെയ്യുമ്പോഴും ഈ ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ അത് ഒരു നമ്പർ ഉണ്ട്. ഇപ്പൊ ഈ ഒരു നമ്പറിനെയാണ് അന്നേരം ഫോക്കസ് ചെയ്യും. അതിനൊരു 2 ബൈറ്റ്, ഈ n-1 2 ബൈറ്റ്. അത് കൂടാതെ ഇതിന് ഇന്റേണലി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. ഇതിന് കിട്ടുന്ന ഇതിന്റെ ഇവിടെ നിന്നുള്ള ഒരു ആൻസറിനെ ഇവിടെ നമ്മൾ ഇന്റേണലി സ്റ്റോർ ചെയ്യണം. അതിനൊരു 2 ബൈറ്റ് കൂടി ചേർത്ത് 6 ബൈറ്റ്സ്. ഓക്കെ ആണോ? ഹലോ. Okay. So this is comparatively easy compared to time complexity. Space എന്ന് പറയുന്നത് is actually negotiable because space cheap ആണ്. Space എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടി cheaper ആയിട്ടുള്ള സാധനമാണ്. But time complexity is something you should be very aware of. The amount of time needed to run an algorithm എന്ന് പറയുന്നതാണ് time complexity. അത് എപ്പോഴും compile time plus run time ആയിരിക്കും. കമ്പൈൽ ചെയ്യാനായിട്ട് നമുക്കത് ഇഗ്നോർ ചെയ്യാം. കമ്പൈൽ ചെയ്യാനുള്ള സമയം നമുക്ക് ഇഗ്നോർ ചെയ്യാം. നമുക്ക് എപ്പോഴും റൺ ടൈമിൽ എടുക്കുന്ന ടൈമാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ടൈം കോംപ്ലക്സിറ്റിയിൽ C+TP എന്ന് പറയുന്നതാണ് റൺ ടൈം. അത് ഈ പറഞ്ഞ കണക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം സ്റ്റെപ്പിനെയാണ്. അതായത് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിന്റെ അതായത് ഇപ്പൊ ഇത്രയും വലിയൊരു സ്റ്റെപ്പ് ഉണ്ട്, A plus B plus C into B into C into എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സ്റ്റെപ്പും A plus B plus C എന്നൊരു സ്റ്റെപ്പും ഉണ്ടെങ്കിൽ
ഒരു അക്കോർഡിംഗ് ടു എ മെഷീൻ, ഒരു കമ്പ്യൂട്ടറെ സംബന്ധിച്ച് നോക്കി ഇത് രണ്ട് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട. രണ്ടും ഒരേ മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ ഭയങ്കര സ്ലോ ആയിട്ടുള്ള മെഷീൻ ആണെങ്കിൽ രണ്ട് ചെയ്യാനും ഓൾമോസ്റ്റ് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ നോക്കണ്ട. മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ടൈം കോംപ്ലക്സിറ്റി നമുക്ക് അറിയണ്ട. നമുക്ക് അക്കോർഡിംഗ് ടു ഒരു ഇൻപുട്ടിനെ സംബന്ധിക്കുന്ന ടൈം കോംപ്ലക്സിറ്റി, അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. സോ വി വിൽ ബി യൂസിങ് എ മെത്തേഡ് കോൾഡ് സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ്. അതിൽ തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡ് ആൻഡ് ടാബുലാർ മെത്തേഡ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഈ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുക. സോ ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഏത് അൽഗോരിതം കൊടുത്താലും കമന്റ്സ് 0 സ്റ്റെപ്സ് ആയിട്ടേ കൗണ്ട് ചെയ്യുള്ളൂ. ദർ ഇസ് നോ സ്റ്റെപ്പ് കൗണ്ട് ഫോർ ബ്രാക്കറ്റ്സ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് a = 10 ഇൻഡ് എന്ന് എഴുതി അതിന് കൗണ്ട് ഇല്ല. പക്ഷെ a = 10 ദാറ്റ് ഈസ് ആൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. a എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂവിനെ എടുത്തു വെക്കണം. അപ്പൊ അതിന് സമയം എടുക്കും. ഇൻഡ് എന്ന് എഴുതി അതിന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. പക്ഷെ a എന്ന് പറയുന്ന വേരിയബിളിനെ, ഒരു വാല്യൂവിനെ a എന്ന് പറയുന്ന ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ കൊണ്ട് വയ്ക്കാൻ സമയമെടുക്കും. സോ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റെപ്പ് കൗണ്ട് ഇസ് 1, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സ്റ്റെപ്പ് കൗണ്ട് ഇസ് 1, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് സ്റ്റെപ്പ് കൗണ്ട് ഇസ് 1, ലൂപ്പ് ഓഫ് കണ്ടീഷൻ ഫോർ n ടൈംസ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ടൈംസ് ഉള്ള ഒരു ലൂപ്പിന് n+1 സ്റ്റെപ്പ് എടുക്കും. എന്തിനാ n+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ there is a loop called for I = 0, I less than n, I plus. n ന്റെ വാല്യൂ = 2 ആണെന്നിരിക്കട്ടെ. ഇനീഷ്യലി i 0 ആയിരുന്നു, i = 0 ആയിരുന്നു. അപ്പോ this is true, ഇത് ട്രൂ ആണ്. അപ്പൊ 1 ടൈം ചെയ്തു, 1 ടിക്ക് ഇട്ടു. അത് കഴിഞ്ഞ് i become 1 ആയി. again 1 less than 2 ആണ്, വീണ്ടും ഒരു ടിക്ക് ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും i++ ആയി, i become 2. i become 2 ആയപ്പോ എന്ത് സംഭവിച്ചു? ദിസ് കണ്ടീഷൻ ഇസ് റോങ്. ഓക്കെ, പക്ഷെ നമ്മള് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു. i less than n എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോൾസ് ആണ്. പക്ഷെ നമ്മൾ ഈ ഫോർ ലൂപ്പിലേക്ക് വന്നു. അപ്പൊ എത്ര തവണ ഇത് ചെയ്തിട്ടുണ്ട്? 2 + 1 3 ടൈംസ് ഈ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. എത്ര തവണ ഈ ഫോർ ലൂപ്പിലുള്ള കണ്ടീഷൻ നമ്മൾ എത്ര തവണ ചെക്ക് ചെയ്തു എന്നാണ് ഇവിടെ നോക്കുക. സോ ലൂപ്പ് കണ്ടീഷൻ n ടൈംസ് ഉണ്ടെങ്കിൽ n+1 ടൈംസ് സ്റ്റെപ്സ് ആയിട്ട് കൗണ്ട് ചെയ്യണം. ബോഡി ഓഫ് ദ ലൂപ്പ്, ഇതിന്റെ ഉള്ളില് ഈ ഒരു കണ്ടീഷൻ ഇപ്പൊ 1 എന്ന് പറയുന്നത് വരെ ഈ ലൂപ്പിന്റെ അകത്ത് കയറുള്ളൂ. 2 ആയി കഴിഞ്ഞാൽ ഈ ലൂപ്പിന്റെ ഉള്ളിൽ കയറൂല. അതുകൊണ്ടാണ് ഇവിടെ കൗണ്ട് എന്ന് പറയുന്നത് n സ്റ്റെപ്സ് ആയതും ഇവിടെ n+1 സ്റ്റെപ്സ് ആയതും. ഈ +1 എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോൾസ് കണ്ടീഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഫോൾസ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ആ കണ്ടീഷന് വേണ്ടിയിട്ടാണ് +1 എന്ന് പറയുന്ന സ്റ്റെപ്പ്. സോ ഇപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മള് സ്പേസ് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ ഈ അതിനെ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റെപ്പുകൾ മാത്രമേ നോക്കത്തുള്ളെങ്കിൽ ഇവിടെ നമ്മൾ ഡിക്ലറേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, അസൈൻമെന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. temp = 0, ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ഒരു കൗണ്ട് കൊടുക്കും. ഇൻഡ് ആയി കൗണ്ട് കൊടുക്കണ്ട, ബിക്കോസ് നമ്മൾ അസൈൻമെന്റ് ചെയ്തിട്ടില്ല. i = 0 എന്ന് കൊടുത്തെങ്കിൽ നമ്മൾ അസൈൻമെന്റ് ചെയ്തേനെ, പക്ഷെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ കൗണ്ട് കൂട്ടിയില്ല. അടുത്തത് ഒരു ഫോർ ലൂപ്പ് ആണ്. ഏത് ഫോർ ലൂപ്പ് എടുത്താലും അതിന്റെ കൗണ്ട് എന്ന് പറയുന്നത് n+1 ആണ്. ഇത് സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ് എന്ന് പറയും. ഇവിടെ ഓരോ തവണയും സൈഡിൽ ഇങ്ങനെ കൗണ്ട് എഴുതി ഇടുന്ന ഒരു മെത്തേഡാണ്. ദിസ് ഇസ് നോട്ട് എ വെരി ഗുഡ് മെത്തേഡ്, ബിക്കോസ് ഇത് കുറച്ച് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ആൻഡ് ഇതിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സിന് n ടൈംസ് ആയിരിക്കും ഇത് ചെയ്യും. ദെൻ ദർ ഇസ് എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ആ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് 1 കൗണ്ട് ആയിരിക്കും ഉണ്ടാവും. സോ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2n+1 2 3 ആയിരിക്കും ഇതിന്റെ സ്റ്റെപ്പ് കൗണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി എ ബാഡ് മെത്തേഡ്, ബിക്കോസ് നമ്മളിത് ഇങ്ങനെ ഓരോ തവണയും കൗണ്ട് എഴുതി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് നല്ല മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇതൊരു ടേബിൾ വരച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് റിക്കേഴ്സീവ് എങ്ങനെയാണെന്നും കൂടി ഒന്ന് പഠിച്ചു പോയിട്ട് പോകാം കേട്ടോ. റിക്കേഴ്സീവ് സമ്മിങ് ഓഫ് എ ലിസ്റ്റ്. റിക്കേഴ്സീവ് എന്ന് പറയാൻ നേരത്തെ നമുക്ക്
റിക്കേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ റിക്കേർഷന് ഇപ്പൊ ഇങ്ങനൊരു ഇഫ് ലൂപ്പ് ഉണ്ട് എങ്കിൽ അത് n ടൈംസ് അത് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിന് ഈ ഇഫ് എന്ന് പറയുന്നത് n+1 ടൈംസ് ഇതിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് n ടൈംസും ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഫോർ ലൂപ്പ് പോലെ തന്നെയാണ് ഈ ഒരു റിക്കേഴ്സീവ് സമ്മിങ്ങും ചെയ്യുക. ഇപ്പൊ 2n പ്ലസ് ഇതിന് ഇവിടെ ഒരു 1 ഉണ്ടായിരുന്നു, 1 പ്ലസ് ഈ റിട്ടേണിന് ഒരു 2, ഇവിടെ ഒരു 1. ഈ ഇഫ് എന്ന് പറയുന്നത് n+1 ടൈംസ്, സോറി, ഓക്കെ, ഈ ഇതെന്ന് പറയുന്നത് n+1 ടൈംസ് ചെയ്യും ആൻഡ് ഇത് n ടൈംസ് ചെയ്യും. ദിസ് വിൽ ബി ഡൺ 1 ടൈം. അപ്പൊ 2n+2 ടൈംസ് ആയിരിക്കും ഇത് ചെയ്യും. മെട്രിക്സ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോൾ ഈ മെത്തേഡ് ഇസ് വെരി വെരി നോട്ട് എഫക്റ്റീവ്. അപ്പൊ അതുകൊണ്ട് ഈ മെത്തേഡിൽ ചെയ്താൽ ഭയങ്കര പാടായിരിക്കും. സോ വി വിൽ മൂവ് വിത്ത് ദി ടാബുലാർ മെത്തേഡ്. ടാബുലാർ മെത്തേഡ് ഇസ് വെരി സിംപ്ലർ മെത്തേഡ് ആണ്. നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക, സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ എഴുതുക, സ്റ്റെപ്സ് പെർ എക്സിക്യൂഷൻ ഇവിടെ എഴുതുക, ഫ്രീക്വൻസി എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്സ് പെർ എക്സിക്യൂഷൻ ഇൻറ്റു ഫ്രീക്വൻസി ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റെപ്സ് കിട്ടും. അപ്പൊ ഇതിന് 0 ആണ്. അപ്പൊ നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും എന്തിനൊക്കെയാണ് സ്റ്റെപ്പ് വരിക, എത്ര ഫ്രീക്വൻസി വരുന്നു. ഇപ്പുറത്തെ എഴുതിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പുറത്തെ എഴുതിയാൽ മതി, സുഖമാണ്. ദിസ് ആൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, 1 സ്റ്റെപ്പ്, 0 സ്റ്റെപ്പ്. അടുത്തത് ഈ ഒരു ഫോർ ലൂപ്പിന് ഒരു സ്റ്റെപ്പിൽ 1 കൗണ്ട് ആണുള്ളത്, പക്ഷെ ഇത് n+1 ടൈംസ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ഈസ് n+1. അടുത്തത് ഈ ഫോർ ലൂപ്പിന്റെ അകത്ത് 1, ഇതിന്റെ ഫ്രീക്വൻസി ഇസ് n, സോ ടോട്ടൽ സ്റ്റെപ്പ് ഇസ് n. ഇനി ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് 1 ടൈം 1 സ്റ്റെപ്പ് കൗണ്ട് ഉണ്ട്. ഇനി നമുക്ക് സുഖമായിട്ട് ഇതെല്ലാം കൂടി കൂട്ടി ഇത് ഇവിടെ നിന്ന് തന്നെ നോക്കി കൂട്ടി എഴുതി കഴിഞ്ഞാൽ വെരി സിമ്പിൾ മെത്തേഡ് ടാബുലാർ മെത്തേഡ്. ഓ, നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, അല്ല, സെയിം വേ നിങ്ങൾക്ക് ആ ഒരു റിക്കേർഷന്റെ പ്രോഗ്രാമും ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ എഴുതിയത് തന്നെയാണ് എഴുതിയേക്കുന്നത്. റിക്കേർഷൻ ചെയ്യുമ്പോൾ ഇഫ് n+1 ടൈംസ് ചെയ്യും, ഇത് n ടൈംസ് ചെയ്യും, ഈ റിട്ടേൺ എന്ന് പറയുന്നത് ഫൈനലി 1 ടൈം ചെയ്യും. സോ ഇതെല്ലാം കൂടി കൂട്ടിയ 2n+2. ഇതുപോലെ നിങ്ങൾക്ക് മെട്രിക്സ് അഡീഷൻ വരുമ്പോൾ നമ്മൾ മറ്റേ പറഞ്ഞ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ കൗണ്ട് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇതാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. ഇപ്പോ ഈ ഒരു മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫോർ ലൂപ്പ് റോ +1 ടൈംസ് ആണ് ചെയ്യുക. അടുത്തത് ഇതിന്റെ ഉള്ളിലാണ് അടുത്ത ഫോർ ലൂപ്പ്. അപ്പോ ആ ഫോർ ലൂപ്പ് റോസ് ഇൻറ്റു കോളംസ് +1, ഈ ഒരു ഫോർ ലൂപ്പ് മാത്രം നോക്കിയാൽ കോളംസ് +1 ടൈംസ് ചെയ്യും. അത് അതിന്റെ ഉള്ളില്, അതായത് ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് n ടൈംസ് ആണ് ചെയ്യുക. ഇതിപ്പോ റോ ടൈംസ് മൾട്ടിപ്ലൈഡ് ബൈ കോളം +1 ടൈംസ്. അതാണ് ഈ എഴുതിയേക്കുന്നത്, റോസ് ഇൻറ്റു കോളംസ് +1. ഇനി അടുത്തത് ഇതിന്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത് റോസ് ഇൻറ്റു കോളംസ് ടൈംസ് ചെയ്യും. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ മെട്രിക്സ് അഡീഷന്റെ കോംപ്ലക്സിറ്റി. ഏത് അൽഗോരിതം വന്നാലും ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ദിസ് ഇസ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു സാധനമേ ഉള്ളൂ. അതായത് ഇവിടെ നോക്കുക, ഇത് റോസ് ആണ്, റോ 1 എന്നാണെങ്കിൽ റോ 1 +1. അടുത്തത് ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ഇതെന്തായാലും കോളം 2 +1 ഉണ്ടാവും, മൾട്ടിപ്ലൈഡ് ബൈ ഇതിന്റെ മുകളിൽ കിടക്കുന്നത് എന്താണ്, റോ 1 ഇൻറ്റു കോളം 2 +1. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹിയർ. ഇനി ഇത് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ, കോളം 2 ഇൻറ്റു റോ 1, കോളം 2 ഇൻറ്റു റോ 1. അടുത്തത് ഇനി ഇതിന്റെയും ഉള്ളിലാണ് അടുത്തത് കിടക്കുന്നത്. സോ അതിനെ എങ്ങനെ എഴുതി, റോ 1 ഇൻറ്റു കോളം 2 ഇൻറ്റു കോളം 1 +1. എന്തായാലും ഈ കിടക്കുന്ന സാധനം +1 ആയിരിക്കും, ബാക്കിയുള്ളത് എല്ലാം അതിന്റെ പുറത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് കോളം 1 ഇൻറ്റു കോളം 2 ഇൻറ്റു റോ 1. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഐ തിങ്ക് this might be a question to be asked. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്.
ദിസ് ക്യാൻ ബി ട്വിസ്റ്റഡ് ടു. മാറ്റി മറിച്ചൊക്കെ ചോദിക്കാം, അൽഗോരിതം എഴുതാനോ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ടൈം കോംപ്ലക്സിറ്റി ഓഫ് ലീനിയർ സെർച്ച്, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ previously asked. ഇത്ര സിമ്പിൾ ആയിരിക്കില്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ മേ ബി. So these are some of the things. Then we have to move on to asymptotic notations. So നമ്മൾ പറഞ്ഞു കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതം ഞാൻ ഒരു ഫംഗ്ഷൻ ഓഫ് എന്നിന്റെ ടേംസിലാണ് എഴുതുന്നത്. ആ എന്നിന്റെ ടേംസിൽ, അതായത് ഞാനിപ്പോ കണ്ടുപിടിച്ച 2n+3 അല്ലെങ്കിൽ ഇപ്പൊ റോ 1 ഇൻറ്റു കോളം 2 ഇൻറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അൽഗോരിതമാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. സോ ഇതിനെ എനിക്ക് കുറച്ചും കൂടി, അതായത് ഈ ഒരു ടേംസിൽ എഴുതിയ ഒരു സാധനത്തിനെ എനിക്കിപ്പോ ഒരു 4 അൽഗോരിതം തന്നിട്ട് ഒരെണ്ണത്തിന്റെ 2n+2, അടുത്തതിന്റെ n²+1, അടുത്തതിന്റെ n³ +3, ഇങ്ങനെ ഒരു 3-4 അൽഗോരിതം തന്നിട്ടുണ്ട്. ഇതിന് ഞാൻ എങ്ങനെ കമ്പയർ ചെയ്യും? അതാണ് ഇതിനെ എല്ലാത്തിനോട് ഒരു കോമൺ ടെർമിനോളജിയിലാക്കണ്ടേ. അതിനാണ് എനിക്ക് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് പെർഫോമൻസ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള ഒരു മെത്തഡോളജി, ഒരു എക്സ്പ്രഷൻ ആണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. ഒരു പെർട്ടിക്കുലർ നൊട്ടേഷൻ, ആ നൊട്ടേഷൻ വെച്ചിട്ട് എനിക്ക് പല അൽഗോരിതംസിന്റെ പെർഫോമൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ പെർഫോമൻസിനെ നമുക്ക് കോംപ്ലക്സിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ ആ കോംപ്ലക്സിറ്റീസിനെ നമ്മൾ ഒരു നൊട്ടേഷൻ ആക്കി എഴുതുന്നു. 2n+3 എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് കുറച്ചും കൂടി കമ്പയറബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആക്കി എഴുതുന്നതാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. അത് വെച്ചിട്ട് നമുക്ക് ഒരു അൽഗോരിതത്തിന്റെ ഗ്രോത്ത് റേറ്റ്, അതായത് എന്നിന്റെ വാല്യൂസ് 10 ആണെങ്കിൽ, 20 ആണെങ്കിൽ, 100 ആണെങ്കിൽ, 1000 ആണെങ്കിൽ, 1 lakh ആണെങ്കിൽ, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ദാറ്റ് ഇസ് എങ്ങനെ ഈ അൽഗോരിതം ഗ്രോ ചെയ്യും തോറും ഇതെങ്ങനെയാണ് ഇതിന്റെ ഗ്രോത്ത് വരിക. ഭാവിയില് ഞാൻ എന്റെ ലൈബ്രറിയില് 1 crore ബുക്ക് വച്ചാൽ എന്റെ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യും? ഇതാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ, ഇറ്റ്സ് ലൈക്ക് എ റേസ് where one function is always chasing the other. First function, it gets closer and closer to the second, but never quite catch. So നമ്മളത് ആക്ച്വലി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, 2 ഫംഗ്ഷൻസ് ആയിട്ടാണ് എഴുതുന്നത്. എവിടെ ഒരു f(n) കാണും, ഒരു g(n) കാണും. ഈ f(n)ന്റെ അടുത്തേക്ക് എത്താൻ എപ്പോഴും g(n) നോക്കിക്കൊണ്ടിരിക്കും, പക്ഷെ ഒരിക്കലും എത്തില്ല. അങ്ങനെ ഒരു രീതിക്കാണ് നമ്മൾ ഈ അസിംപ്റ്റോട്ടിക് ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ റൺ ടൈം ഓഫ് ആൻ അൽഗോരിതത്തിനെ ഒരു ഇൻപുട്ട് n എന്ന് പറയുന്ന വാല്യൂവിന്റെ ടേംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ആ ഒരു അൽഗോരിതത്തിന്റെ ഗ്രോത്ത് വെച്ചിട്ട് ഒരു ഗ്രാഫ് ഒക്കെ വരയ്ക്കാനായിട്ട് പറ്റണം. ഇപ്പൊ ബബിൾ സോർട്ട് എടുക്കുകയാണ്, അത് ഓൾറെഡി സോർട്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് അറേ ഈസ് ഓൾറെഡി സോർട്ടഡ്, നമുക്ക് ലീനിയർ സോർട്ട് ആയാലും നമുക്ക് ബബിൾ സോർട്ട് ആയാലും ഈസ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് കേസ് ആണ്. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, ഇത് എന്ത് ടൈപ്പ് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ വി നീഡ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. സോ asymptotic notations are of 3 types mainly. Wherein asymptotic notation ഉണ്ട് big O, big omega and big theta. Little o, little omega ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് big O, big omega and big theta are the most prominent ones. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവരാണ്. ഇതിന്റെ ഡെഫിനേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, f(n) ഉം g(n). We will be representing f(n) in terms of g(n). f(n) എന്ന് പറയുന്നതാണ് നിങ്ങൾ നേരത്തെ സ്റ്റെപ്പ് കൗണ്ട് വെച്ചിട്ട് കണ്ടുപിടിച്ച, നിങ്ങൾ നേരത്തെ ടാബുലാർ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച പെർഫോമൻസ് അനാലിസിസ് ആണ് f(n). ഇപ്പൊ 2n+3 ആ സാധനമാണ് f(n). അതിനെ നമ്മൾ ഈ ബിഗ് ഓന്റെ ബേസിസിൽ എഴുതാൻ പോകുന്നതാണ് g(n). ഓക്കെ, അപ്പോ ഈ അതായത് ഈ g(n) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഒരു പോളിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതാണ് ഈ g(n) നമ്മൾ എഴുതാൻ പോകുന്നത്. ആവശ്യമില്ലാത്ത സാധനമൊക്കെ കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ഗ്രോത്ത് കാണുന്ന സാധനം മാത്രമാക്കി വെച്ചാൽ എന്തുണ്ടാകും? അതായിരിക്കും g(n). സോ g(n) ഈ ബിഗ് ഓന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിഗ് ഓ ഇസ് ദി വേർസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയും. ഇറ്റ് ഈസ് ദി അപ്പർ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷൻ എടുത്താലും അതിന്റെ അപ്പർ ലിമിറ്റ് ആണ് g(n). ലോവർ ലിമിറ്റ് ആണ് ബിഗ് ഒമേഗ. ഇതിന്റെ ഇടയിൽ മിഡ് ഉള്ള സാധനമാണ് ബിഗ് തീറ്റ. സോ
നമ്മൾ അതിനൊരു ഒരു 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 ഫോർമൽ ഡെഫിനിഷൻ ഉണ്ട്. നമ്മൾ എഫ് ഓഫ് എൻ നമ്മൾ എവിടെ കണ്ടുപിടിച്ചേ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇപ്പൊ ലീനിയർ സെർച്ചോ അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ എന്തെടുത്താലും അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ആൻസർ 2n+3 ഇതാണ് നമ്മുടെ എഫ് ഓഫ് എൻ. ഇതിനെ ഐ എം ഗോയിങ് ടു റൈറ്റ് എഫ് ഓഫ് എൻ ഇൻ ടേംസ് ഓഫ് ബിഗ് O ഓഫ് ജി ഓഫ് എൻ. ബിഗ് O അതിന്റെ ഉള്ളിൽ ഒരു ജി ഓഫ് എന്നിന്റെ ടേംസിൽ എഴുതാൻ പോവുകയാണ്. ഇഫ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് O ഓഫ് ജി ഓഫ് എൻ എപ്പോഴാണ് ട്രൂ ആവുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്ക് ദർ മസ്റ്റ് ബി രണ്ട് പോസിറ്റീവ് കോൺസ്റ്റന്റ് ഉണ്ടാവണം. ഒന്ന് സിയും n0യും. അതില് സി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹോൾഡ് എ ഇൻഇക്വാളിറ്റി എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. എഫ് ഓഫ് എൻ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും സി ഇൻറ്റു ജി ഓഫ് എന്നിനേക്കാളും ചെറുതായിരിക്കണം. സി എന്ന് പറയുന്ന ഏതോ ഒരു കോൺസ്റ്റന്റിനേക്കാളും ജി ഓഫ് എന്നിനേക്കാളും സി ഇൻറ്റു ജി ഓഫ് എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും ചെറുതായിരിക്കണം എഫ് ഓഫ് എൻ. എവിടം മുതല്? എന്നിന്റെ വാല്യൂ, ഈ എൻ എന്ന് പറയുന്ന എഫ് ഓഫ് എൻ ജി ഓഫ് എന്നിൽ ഒരു എൻ ഉണ്ടല്ലോ, ആ എൻ എന്ന് പറയുന്നത് ഒരു n0 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് മുതൽ അതിൽ താഴെ n0-നേക്കാളും കുറവായിരിക്കുന്ന സമയത്ത് എന്നിന്റെ വാല്യൂ എന്തായാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ n greater than n0 ആയി കഴിഞ്ഞാൽ ഈ ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യണം. ഇതാണ് ബിഗ് O നൊട്ടേഷൻ. ഇതില് നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ 2n+10 ഇങ്ങനെ ഒരു അൽഗോരിതത്തിൽ നമുക്ക് കിട്ടിയതാണ്. ഇതിന്റെ ജി ഓഫ് എൻ എന്ന് പറയുന്നത്, ജി ഓഫ് എൻ സാധാരണഗതിയിൽ ബിഗ് O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്നിന്റെ ഹയസ്റ്റ് പവർ ആയിരിക്കും നമ്മൾ എപ്പോഴും. അതായത് ഇങ്ങനെ ഒരു അൽഗോരിതത്തില് ഏറ്റവും മോശം 2n+10. ഇതിൽ 10 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് അൽഗോരിതം ഏത് കമ്പ്യൂട്ടർ എടുത്താലും 10 steps is very easy. 2n ഇവിടെ ഈ n മാത്രമേ ഉള്ളൂ ഇതിന്റെ അത് പ്രശ്നക്കാരൻ. ഈ n ചെയ്യാൻ മാത്രം എന്നിന്റെ വാല്യൂ 1 ആവാം, 10 ആവാം, 100 ആവാം, 1000 ആവാം, 1 lakh ആവാം. n മാത്രമേ ഇതിന്റെ അകത്ത് വേരി ചെയ്യുന്ന ഒരു സാധനമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഈ എന്നിന് മാത്രമേ എന്നാണ് ഇതിന്റെ അകത്തുള്ള വേസ്റ്റ് കേസിൽ വരാവുന്ന സാധനം. അപ്പൊ അതുകൊണ്ട് ഈ എന്നിന്റെ അപ്പുറം ഉള്ളതൊന്നും എനിക്ക് അറിയണ്ട. എന്നിന് മാത്രം എടുത്തിട്ടായിരിക്കും ഞാൻ ജി ഓഫ് എൻ ആയിട്ട് എഴുതും. ഇനി ഇതെപ്പോ ഹോൾഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2n+10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Cn എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യണം. അതിന് എന്താണ് സിന്റെയും എന്നിന്റെയും വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ ഞാൻ ചുമ്മാ എന്നിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിക്ക് 12 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ ചുമ്മാ ഇട്ട് കൊടുക്കാം, ലെഫ്റ്റ് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്നിന്റെ വാല്യൂ 1-നേക്കാളും വലുതാണെങ്കിൽ, എന്നിന്റെ വാല്യൂ 0-യോ താഴെയോ, 0-ൽ താഴെയോ ആണെങ്കിൽ എനിക്കറിയില്ല, അത് ഹോൾഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. എന്നിന്റെ വാല്യൂ 1-ൽ കൂടുതലും സിന്റെ വാല്യൂ 12-ൽ കൂടുതലും ആണ് എങ്കിൽ ഈ ഇൻഇക്വാളിറ്റി, അതായത് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ബിഗ് O ഓഫ് എൻ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യും. ഇതാണ് ബിഗ് O നൊട്ടേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ബിഗ് O കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. എന്താണ് അതിൻ്റെ അകത്തുള്ള ഇൻപുട്ട് എന്താണ്, അതായത് n എന്ന് പറയുന്ന സാധനം എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മാക്സിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഈ അൽഗോരിതം ഇൻ ടേംസ് ഓഫ് n. ഒരു അൽഗോരിതത്തില് n+n²+n⁻³ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്നിന്റെ ഏറ്റവും വലിയ പവർ ഏതാണോ അതിനെയായിരിക്കും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യും. അതായത് ഈ അൽഗോരിതം ഏറ്റവും മാക്സിമം n³ വരെ ചെയ്യുന്നു. മാക്സിമം വേസ്റ്റ് കേസിൽ n³ ആണ് വരിക. അതാണ് നമ്മൾ എടുക്കുക. അപ്പൊ എലിമിനേറ്റ് ഓൾ എക്സ്ക്ലൂഡിംഗ് ദി ഹയസ്റ്റ് ഓർഡർ ടേം. നമുക്ക് എന്നിന്റെ ടേംസ് മാത്രം മതി. അതിന്റെ അകത്ത് തന്നെ ഏറ്റവും വലിയ എന്നിന്റെ ടേം മാത്രം മതി. അതിന്റെ കൂടെ ഇപ്പൊ 3n² എന്നൊക്കെ ഉണ്ടെങ്കിൽ 3-നെയൊക്കെ കട്ട് ചെയ്ത് കളയുക, n³ അല്ലെ n³ എന്ന് മാത്രം മതി. അതാണ്, ഇങ്ങനെയാണ് നമ്മൾ ബിഗ് O എടുക്കുക. ഇതാണ് ബിഗ് Oന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എഫ് ഓഫ് എൻ ലെസ് ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ. എഫ് ഓഫ് എൻ താഴെ, സി ഇൻറ്റു ജി ഓഫ് എൻ മുകളില്. എപ്പോ ഈ ഒരു n0 എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞ്, അതിന് മുമ്പ് ഇതിങ്ങനെ മാറി മറിഞ്ഞും ഇങ്ങനെ ഈ ഗ്രാഫിൽ ഇങ്ങനെ കുറയാം കൂടാം എന്ത് വേണമെങ്കിലും വരാം. പക്ഷെ n0 കഴിഞ്ഞു കഴിഞ്ഞാൽ സി ഇൻറ്റു ജി ഓഫ് എൻ മുകളിലും എഫ് ഓഫ് എൻ താഴെയും ആയിരിക്കണം. ദിസ് ഇസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബിഗ് O. എന്തെങ്കിലും ഡൗട്ട് ആണോ? എന്താണ്? നോട്ട്സ് സെൻഡ് ചെയ്യാം, ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ഷുവർ.
എനിക്ക് സാധാരണ ഞാൻ DSAയുടെ ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ല. ഐ വിൽ ട്രൈ ടു അപ്ഡേറ്റ് ഇറ്റ് ബിഫോർ യുവർ എക്സാംസ്. ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സാധാരണ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഡാറ്റാ സ്ട്രക്ചേഴ്സിന്റെ പഴയതും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഐ വിൽ ട്രൈ ടു അപ്ഡേറ്റ് ഇൻ മൈ വെബ്സൈറ്റ് ടു. I will send you the notes through your channel too. Okay. So Big O ല് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത്, f of n equal to c into g of n ല് c എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ നോൺ സീറോ കോൺസ്റ്റന്റ് ആയിരിക്കണം. പിന്നെ ഇങ്ങനൊരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് n പ്ലസ് n സ്ക്വയർ പ്ലസ് n റേസ് ടു m എന്നുണ്ടെങ്കിൽ ഇതിന്റെ അത് ഏറ്റവും ഹയസ്റ്റ് ടേം n റേസ് ടു m ആണെങ്കിൽ n റേസ് ടു m എന്നായിരിക്കും ബിഗ് ഓഫ് n. സമേഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് മാക്സിമം ഏതാണോ അതായിരിക്കും ഇവിടെ കിട്ടുന്നത്. ലോഗരിതമിക് ഫംഗ്ഷൻ ആണ് എങ്കിൽ ലോഗ് n ടു ദ ബേസ് a, ലോഗ് b ടു ദ ബേസ് n എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എല്ലാ ലോഗ് ഫംഗ്ഷനും നമ്മൾ ഒരേ മാനറിലാണ് എടുക്കുക. അതുകൊണ്ട് ലോഗ് n അങ്ങനെ എടുക്കുള്ളൂ. അത് കൂടുതലായിട്ട് ഇതൊന്നും നമുക്ക് എഴുതണ്ട. നമ്മൾ ഈ പറഞ്ഞ കണക്ക് അതിന്റെ ബേസ് എന്താണെന്നും ലോഗ് ടു ദ ബേസ് 2 ആണെന്നോ ലോഗ് ടു ദ ബേസ് 10 ആണെന്നോ എന്ന് അറിയണ്ട. ലോഗ് n, വേറെ ആർഭാടങ്ങളൊന്നും വേണ്ട. പിന്നെ ടൈം കോംപ്ലക്സിറ്റിയുടെ ഗ്രാഫ്, ഇറ്റ്സ് ഓൾവേസ് ഒരു ഇതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ. കോൺസ്റ്റന്റ്, ഇറ്റ് ഇസ് എ ബെസ്റ്റ് അൽഗോരിതം. ഏതെങ്കിലും അൽഗോരിതത്തിന് ബിഗ് ഓഫ് 1 ഉണ്ടെങ്കിൽ ഓൾവേസ് ചൂസ് ദാറ്റ്. ഇറ്റ് ടേക്സ് വെരി ലീസ്റ്റ് ടൈം, കോൺസ്റ്റന്റ് ടൈം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അൽഗോരിതം ഇസ് ലോഗരിതമിക് ടൈം, ബിഗ് ഓഫ് ലോഗ് n, അതാണ് പിന്നെ നല്ല അൽഗോരിതം. അത് കഴിഞ്ഞാൽ ലീനിയർ ടൈം, ബിഗ് ഓഫ് n, ഒരു സിംഗിൾ ലൂപ്പ് ഉള്ളത്. n ലോഗ് n, എന്നും ഉണ്ട് ലോഗ് എന്നും ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ മോശമാണ്. n സ്ക്വയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക് അതിൽ മോശം. എക്സ്പൊണൻഷ്യൽ മോശമാണ്. ഫാക്ടോറിയൽ ആണ് ഏറ്റവും മോശം. എക്സ്പൊണൻഷ്യൽ ആണോ ഫാക്ടോറിയൽ ആണോ മോശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടോറിയൽ ആണ് ഏറ്റവും മോശം. So this is how the graph looks. Big of 1 is the best, worst and factorial, and c raised to n and raised to c ഇതൊക്കെ മോശം. n log n is also bad, log n is good, big of n is fair. So നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അൽഗോരിതം തന്ന് ഇങ്ങനെ ഒരു കുറച്ച് കോംപ്ലക്സിറ്റീസ് തന്നിട്ട് ഇതിന്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ ബിഗ് O നൊട്ടേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതിന്റെ അത് ഏറ്റവും ഹയസ്റ്റ് പവർ n raised to 3, n raised to 3 എഴുതാം. n സ്ക്വയറും 2 raised to 300. ദിസ് ഇസ് എ കോൺസ്റ്റന്റ് ടൈം. 2 raised to 300 എന്ന് പറഞ്ഞാൽ ഒറ്റ വാല്യൂ ഉള്ളത് മാറത്തില്ല. അതുകൊണ്ട് എന്നിന്റെ ടേംസിലുള്ളതിനെ എടുക്കുക. n സ്ക്വയർ, ലോഗ് എന്നും ലോഗ് ടു ദ ബേസ് 2n ഉം ലോഗ് n ഉം. ലോഗ് എന്ന് പറഞ്ഞാൽ തന്നെ ബേസും കാര്യങ്ങളും നോക്കണ്ട, ലോഗ് n എന്ന് എഴുതുക. ലോഗ് n raised to 3, നോ ആർഭാടം ഫോർ ലോഗ്. ലോഗിന്റെ എന്നിന്റെ ക്യൂബ് എടുത്താലും 5 എടുത്താലും ലോഗ് എടുക്കുമ്പോൾ വാല്യൂ ചെറുതാവും. അപ്പൊ അതുകൊണ്ട് ലോഗ് n എന്ന് എഴുതിയാൽ മതി. ലോഗ് n raised to 20 എന്ന് എഴുതിയാൽ പോലും ഒരു വ്യത്യാസമില്ല, ലോഗ് എടുത്തു കഴിഞ്ഞാൽ വാല്യൂ ചെറുതാവും. അതുകൊണ്ട് ലോഗ് n എന്ന് എഴുതിയാൽ മതി. 4n പ്ലസ് ലോഗ് n, n വന്നു കഴിഞ്ഞാൽ ബിഗ്ഗസ്റ്റ് വൺ ഈസ് n, സോ n എഴുതി. 2 raised to 64, ദിസ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ, ബിഗ് ഓഫ് 1. ലോഗ് n raised to 10 പ്ലസ് 2 റൂട്ട് n. റൂട്ട് n വന്നു കഴിഞ്ഞാൽ റൂട്ടാണ് ലോഗിനേക്കാളും വലുത്, അതുകൊണ്ട് റൂട്ട് n എടുക്കണം. 2 raised to n ഉം n raised to 1000, 2 raised to n ആണ് വലുത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ വലിയ ഈ രണ്ടിടത്തിലും ഈ എന്നിന് 2 raised to ഒരു 20,000 ഉം n raised to 10,000 കൂടെ ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ വലുതെന്ന്. 2 raised to n എന്ന് പറയുന്നത് എപ്പോഴും വലുതായിരിക്കും, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ ബിഗ് ഒമേഗ ഇറ്റ് ഇസ് എ ലോവർ ബൗണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബിഗ് ഒ നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതിൽ ഏറ്റവും വലിയ പവർ എടുത്തു, ബിഗ് ഒമേഗ എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ പവർ എടുക്കുക, അതല്ല പരിപാടി. അതായത് മിനിമം ടൈം, അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു അൽഗോരിതം ഒന്നുണ്ട്, 5n raised to 3 പ്ലസ് 200 n സ്ക്വയർ പ്ലസ് 15. ഇങ്ങനെ ഒരു അൽഗോരിതം ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും n raised to 3 അവിടെ ഉണ്ടെങ്കിൽ മിനിമം n raised to 3 ടൈംസ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് ആ അൽഗോരിതത്തിൽ n raised to 3 ലൂപ്പ് ഉണ്ടെങ്കിൽ 3 ലൂപ്പ് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബിഗ് ഒമേഗ എടുത്താലും നമ്മൾ ലോവർ ബൗണ്ട് ആണ് നോക്കുന്നത്. പക്ഷേ ആ അൽഗോരിതം മിനിമം ആ എമൗണ്ട് ഓഫ് ടൈം തന്നെ ചെയ്യേണ്ട വരും. അതുകൊണ്ട് ആൻസർ വിൽ ബി ഓൾമോസ്റ്റ് സിമിലർ ടു നിങ്ങളുടെ ബിഗ് ഒ തന്നെ ആയിരിക്കും.
പക്ഷെ അതിന്റെ ഇൻഡിക്കേഷൻ ആ ഒരു ഡെഫിനിഷൻ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. സോ വി ആർ ഫൈൻഡിങ് ദി ബെസ്റ്റ് കേസ് ഓഫ് ആൻ അൽഗോരിതം യൂസിങ് ഒമേഗ നൊട്ടേഷൻ. അതിന്റെ ഡെഫിനേഷൻ നേരെ ചെറിയ ഒരെണ്ണം പഠിച്ചാൽ ബാക്കിത്തെ രണ്ടെണ്ണം വളരെ സിമ്പിൾ ആണ്. ഒരെണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അൽഗോരിതത്തിന്റെ ഗ്രാഫ് നേരത്തെ എഫ് ഓഫ് എൻ താഴെയും സി ഇൻറ്റു ജി ഓഫ് എൻ മുകളിലും ആയിരുന്നെങ്കിൽ നേരെ തിരിച്ചു ഒരെണ്ണം പഠിക്കുക, ബാക്കി രണ്ടെണ്ണം നിങ്ങൾ അത് വെച്ചിട്ട് എഴുതുക. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഇത് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല, എടുക്കുന്നത് സെയിം തന്നെയാണ്. ഇവിടെ 2n² പ്ലസ് n എന്നുണ്ടെങ്കിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് n² എന്ന് തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 2 ലൂപ്പ് രണ്ടൊരു ഡബിൾ ലൂപ്പ് ഉണ്ടെങ്കിൽ ആ ഡബിൾ ലൂപ്പ് ചെയ്യാണ്ട് പറ്റൂലല്ലോ. അതുകൊണ്ട് ജി ഓഫ് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n² തൊട്ട് താഴേക്ക് ഉള്ളതാണ് ഇതിന്റെ അകത്ത് വരേണ്ട വാല്യൂസ്. അതിൽ നിന്ന് ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. സോ ദാറ്റ് ഇസ് n². അതുകൊണ്ട് ബിഗ് ഒമേഗ ഈസ് ഓൾസോ n². അനദർ നമ്മൾ ചെയ്ത മെത്തേഡ് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. ബിഗ് തീറ്റ ഇസ് ദി ആവറേജ് ബൗണ്ട്. നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു മിഡ് വെച്ചിട്ടുള്ള ഒരു കേസാണ്. സോ ഇവിടെ ഇത് ദിസ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് ബിഗ് ഒ ഒരു സൈഡിൽ ബിഗ് ഒമേഗ അടുത്ത സൈഡിൽ വെച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് ബിഗ് തീറ്റ. C1 ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എനും C2 ഇൻറ്റു ജി ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇങ്ങനെ ഒരു സംഭവമായിരിക്കും തീറ്റ ഡോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ടെണ്ണം വരും. എഫ് ഓഫ് എന്നിന്റെ മുകളിൽ C1 ഇൻറ്റു ജി ഓഫ് എനും C2 ഇൻറ്റു ജി ഓഫ് എൻ താഴെയും. ഇതാണ് തീറ്റ നൊട്ടേഷൻ. ഇവിടെ നമ്മൾ എടുക്കുന്നത് സെയിം തന്നെയാണ്. തീറ്റ നൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഹൈസ്റ്റ് പവർ തന്നെ ആയിരിക്കും കിട്ടുക. അതിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ദിസ് ഇസ് സം എക്സാമ്പിൾസ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇങ്ങനെ ഒരു അൽഗോരിതം തന്നിട്ട് ഇതിന്റെ അകത്ത് ഇതിന്റെ കോംപ്ലക്സിറ്റി എന്താണ്, 2n+6. അപ്പൊ ബിഗ് ഓഫ് n ആണ് ഇതിന്റെ കോംപ്ലക്സിറ്റി. സോ ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ്. ഓർ ഇങ്ങനൊരു ഡിറൈവ് ചെയ്യാൻ ബിഗ് ഒ നൊട്ടേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. This is another question. 2n² plus 2n+5. ഒറ്റയടിക്ക് നമുക്ക് എഴുതാം this is big of n² എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ എഴുതണം. നമുക്ക് അതിൻ്റെ അകത്ത് സിന്റെ വാല്യൂ എന്താണ്, n0ന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ n² ആയിരിക്കും. അപ്പോ n² പ്ലസ് 2n+5 മൈനസ് സി ഇൻറ്റു n². ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിനും എന്നിന് 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. അന്നേരം സിക്ക് കിട്ടുന്നത് 8 എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇത്രയേ ഉള്ളൂ, എന്നിനും n0നും സിക്കും ഒരു പോസിറ്റീവ് വാല്യൂ വരണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും വരിക, അപ്പൊ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെക്കുക. സോ ദിസ് ഇസ് ഹൗ നമ്മൾ ഇത് ഡിറൈവ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഇത്രയുമാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മേജർ ടോപ്പിക്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ ഷെയർ ചെയ്ത് തരാം. I will update my website too soon. Okay, is that all? എന്തെങ്കിലും is it fine? Okay ആണോ? Okay. Hello. Anyone in chat boxിലോ ആരെങ്കിലും നോട്ട് സെൻഡ് ചെയ്യാം ഗ്രൂപ്പിൽ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടോ?
Okay. Thank you so much. Thank you, Farah. Okay. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. Can I? ഞാൻ within tomorrow notes ഷെയർ ചെയ്തേക്കാം. Okay, I'm leaving the meeting. Thank you so much.